ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ പോലത്തെ ടൈപ്പ് ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ച് ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് വേറെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ പേരൻസിൻ്റെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അതും വെച്ച് നമ്മൾ ഈ അംബാനിനെ പോലെ നടക്കണതും പിന്നെ അല്ലാണ്ട് പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ പണിയെടുത്തിട്ട് അവൻ ഭയങ്കര കാശുകാരനൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാരെന്നിട്ട് പറയാം, ഓ അവൻ്റെ ഒരു ഭാഗ്യം, അവൻ ഭയങ്കര സെറ്റപ്പ്, അവൻ നടക്കണ കണ്ട. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ മറ്റുള്ളവർ പണിയെടുക്കാണ്ട് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെയും ഉറങ്ങുമ്പോഴൊക്കെ അവൻ പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് പണിയും മതിയായ എഫേർട്ട് കൊടുത്ത് 10, 12, 14, 15, 16 മണിക്കൂർ പണിയെടുത്ത് അവർ റേഞ്ചായി കഴിയുമ്പോൾ ആൾക്കാർ പറയും എൻ്റെ പിന്നാമ്പർ കാഴ്ച കാണാണ്ട് ആൾക്കാർ ഇങ്ങനെ കഥ ഇറക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100-ൽ ഒരു 50% ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഇതായിട്ട് ഒരു ഇൻഫർമേഷൻ പോലെ ഒരു സാധാരണ ഒരു സഹോദരൻ പറഞ്ഞ രീതിയിലായിട്ട് ആൾക്കാർ എടുത്താൽ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ ആരും അങ്ങനെ ആരെയും വില കുറച്ച് കാണണ്ട, അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ അവളുടെ ഭാഗ്യം എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് നല്ലത് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയുകയാണെങ്കിൽ അതിനൊരു മനോഹാരിത ഉണ്ടാവും. അപ്പോൾ ഓക്കെ ബൈ സുഹൃത്തുക്കളെ.